ഹായ് ഗായ്സ്, കലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 6 വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ട് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 13 മത്സരാർത്ഥികളാണുള്ളത്. ഇന്ന് അവസാന ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ കൊണ്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് ബന്ധപ്പെട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്ന് അവസാന മണിക്കൂറിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. അതിൽ മാത്രം യാതൊരു ഡൗട്ടുമില്ല. നല്ലൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ്. ഇപ്പോൾ 20,109 എന്ന കൂറ്റൻ വോട്ട് നേടി ഒന്നാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. രണ്ടാം പൊസിഷനിൽ അനീഷാണുള്ളത്. അനീഷും നല്ല രീതിയിലൊരു മുന്നേറ്റം നടത്തിയ മത്സരാർത്ഥിയാണ്. ഇപ്പോൾ അനുമോളിൻ്റെ തൊട്ട് പിന്നിലായി 17,899 വോട്ട് നേടി രണ്ടാം പൊസിഷനിലാണുള്ളത്. മൂന്നാം പൊസിഷനിൽ ആദില തിരിച്ചു കയറി വന്നിരിക്കുകയാണ്. അക്ബറിനെ അട്ടിമറിച്ച് വീണ്ടും ആദില മൂന്നാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ 4ാം പൊസിഷനിലായിരുന്നു. ഇപ്പോൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി 3ാം പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. 16,003 വോട്ടാണ് നേടിയിരിക്കുന്നത്. 4ാം പൊസിഷനിൽ അക്ബർ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 4ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ട അക്ബറിന് ഇപ്പോൾ 15,905 വോട്ടാണ് നേടാൻ സാധിച്ചിരിക്കുന്നത്. 5ാം പൊസിഷനിൽ ബിന്നി തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ബിന്നിക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 12,800 എന്ന കൂറ്റൻ വോട്ടിൻ്റെ ബലത്തിലാണ് 5ാം പൊസിഷനിൽ നില ഉറപ്പിച്ചിരിക്കുന്നത്. 6ാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ആര്യൻ ഇപ്പോൾ 11,308 വോട്ടാണ് നേടാൻ സാധിച്ചത്. എല്ലാവരും പുറത്തു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ 6ാം പൊസിഷനിൽ സുരക്ഷിതമായി തുടരുകയാണ്. 7ാം പൊസിഷനിൽ റന ഫാത്തിമയാണുള്ളത്. റന ഫാത്തിമ ഇപ്പോൾ വേദലക്ഷ്മിയെ അട്ടിമറിച്ചുകൊണ്ട് 7ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ 11,299 വോട്ട് നേടിയാണ് 7ാം പൊസിഷനിൽ തുടരുന്നത്. 8ാം പൊസിഷനിലേക്ക് വേദലക്ഷ്മി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് ആയത്. റന ഫാത്തിമയായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 11,208 വോട്ടോട് കൂടി 8ാം പൊസിഷനിലാണുള്ളത്. 9ാം പൊസിഷനിലേക്ക് നെവിൻ കയറി വന്നിരിക്കുകയാണ്. മസ്താനിയെ അട്ടിമറിച്ചുകൊണ്ടാണ് നെവിൻ 9ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 10,807 വോട്ടോട് കൂടിയാണ് 9ാം പൊസിഷനിലുള്ളത്. 10ാം പൊസിഷനിലേക്ക് മസ്താനി വീണു പോയിരിക്കുകയാണ്. മസ്താനിക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. വരും മണിക്കൂറിലുള്ള വോട്ടിംഗ് വളരെ നിർണ്ണമാണ്. ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. 10,802 വോട്ട് നേടി 10ാം പൊസിഷനിലാണുള്ളത് മസ്താനി. 11ാം പൊസിഷനിൽ അഭിലാഷ് തന്നെ തുടരുകയാണ്. അഭിലാഷിന് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മസ്താനിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 10,367 വോട്ട് നേടി 11ാം പൊസിഷനിലാണുള്ളത്. 12ാം പൊസിഷനിൽ പ്രവീൺ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഡേഞ്ചർ സോണിലാണ് പ്രവീൺ ഇപ്പോൾ. പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. ഇപ്പോൾ 10,299 വോട്ട് നേടി 12ാം പൊസിഷനാണുള്ളത്. 13ാം പൊസിഷനിൽ സാബുമാനാണ് തുടരുന്നത്. സാബുമാന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. 10,200 വോട്ടോട് കൂടിയാണ് 13ാം പൊസിഷനിൽ നിലനിൽക്കുന്നത്. താങ്ക് യു.